പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആൽക്കെയിൻസിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചു. ആൽക്കെയിൻ്റെ പ്രിപ്പറേഷൻസ്, കെമിക്കൽ പ്രോപ്പർട്ടി, അതിലെ കൺഫർമേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കീൻസിനെ പറ്റിയിട്ടാണ്. സോ ആൽക്കീൻസ് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് അല്ലേ. വിത്ത് എന്താണ് ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻസ്? CnH2n ആണ് ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ. ഏതാ ഫസ്റ്റ് മെമ്പർ പറയൂ? C1, നമ്മൾ C2 കൊടുത്തു അല്ലേ. സോ H4 ഇറ്റ് ഈസ് നോൺ ആസ് ഈഥീൻ. IUPAC നെയിമേഴ്സ് ഈഥീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് C2H4. അപ്പോൾ നമുക്ക് CnH2n. നമ്മൾ ഈ ആൽക്കീൻസിന് വേറൊരു പേര് പറയാറുണ്ട്. നിങ്ങൾക്കറിയോ ആ പേര്? ആൽക്കീൻസിന് എന്താ പറഞ്ഞിരുന്നത്? പാരഫിൻസ്. അപ്പോൾ ആൽക്കീൻസിന് നമ്മൾ വേറൊരു പേര് പറയാറുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് ഒലിഫീൻസ് എന്ന് പറയാറുണ്ട്. ഒലിഫീൻസ്, OLEFINS. ഒലിഫീൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓയിൽ ഫോമിങ് എന്നാണ്. അത് പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, ഈ ലോവർ ആൽക്കീൻസ് ഹാലജൻസ് എസ്പെഷ്യലി ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഓയിലി പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവർ ഒലിഫീൻസ് എന്ന് പറയുന്നത്. ഓയിൽ ഫോമിങ് എന്ന മീനിങ്ങിൽ ഒലിഫീൻസ് എന്ന് അവർ പറയാനുള്ള കാരണം അതാണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും പറഞ്ഞത്. ഇത്രയും കാര്യം ഓർമ്മിച്ച് വയ്ക്കാം. ഇനി ആൽക്കീൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അവിടെ കാണാം. ആൽക്കീൻ്റെ സ്ട്രക്ചർ കാണാം. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. ഡബിൾ ബോണ്ട് ആണ് അല്ലേ. അപ്പോൾ ഏതാ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? കാർബൺ അണ്ടർഗോ sp2 ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചത് നമുക്കറിയാം. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ ബോണ്ടൊക്കെ നിങ്ങൾക്കറിയാം. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും കാർബൺ ഹൈഡ്രജൻ ബോണ്ടൊക്കെ ഫോം ചെയ്യുന്നത്. ഈഥീൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ പൈ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ കാർബണിൻ്റെ അൺഹൈബ്രിഡൈസ് ഓർബിറ്റലും രണ്ടാമത്തെ കാർബണിൻ്റെ അൺഹൈബ്രിഡൈസ് ഓർബിറ്റലും സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ചെയ്യുമ്പോഴാണ് അവിടെ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ആ സ്ട്രക്ചർ ഒന്ന് നോക്കൂ കേട്ടോ. ആൽക്കീനുണ്ട്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ പറയുന്നില്ലെങ്കിലും ജോമെട്രിക്കൽ ഐസോമറിസം എന്ന ചെറിയൊരു ടോപ്പിക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് അറിവിലേക്കായിട്ട് നമുക്കത് ആവശ്യമുണ്ട് അടുത്ത സ്റ്റെപ്പിൽ. അതിന് പറയുകയാണ്. അപ്പോൾ ഈ ആൽക്കീൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസോമറിസമാണ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇപ്പോൾ സെക്കൻഡ് ഇയറിലൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ജോമെട്രിക്കൽ ഐസോമറിസം. ഇപ്പോൾ കൺഫർമേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സിംഗിൾ റൊട്ടേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ആൽക്കെയിനിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അവർ ഫ്രീ റൊട്ടേഷൻ ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു. നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കും. ഇവിടെ ആൽക്കെയിനിൽ ഡബിൾ ബോണ്ടാണ് ഉള്ളത് അല്ലേ. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ടും ഇവിടെ അൺസിമെട്രിക്കലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന 5 ഇലക്ട്രോൺ ഡെൻസിറ്റിയും എബവ് ദി പ്ലെയിനിലും ബിലോ ദി പ്ലെയിനിലുമാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ ഒരിക്കലും ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആവില്ല. ഹിൻഡേർഡ് റൊട്ടേഷനാണ്. ഇങ്ങനെ ഹിൻഡേർഡ് റൊട്ടേഷൻ ആൽക്കീൻസ് ഉള്ളത് കൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഐസോമറിസമാണ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇപ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റം ഇൻ ദ സ്പേസിൽ വ്യത്യാസം വരുമ്പോഴുണ്ടാവുന്ന ഐസോമറിസമാണ് ജോമെട്രിക്കൽ ഐസോമറിസം. നമുക്ക് നോക്കാം. ബ്യൂട്ടീൻ നോക്കൂ. ഇത് നമ്മൾ എഴുതി 2-ബ്യൂട്ടീൻ എഴുതിയിട്ടുണ്ട് ഞാൻ. ഈ 2-ബ്യൂട്ടീൻ്റെ ഐസോമറിസം ജോമെട്രിക്കൽ ഐസോമറിസം നമുക്ക് എഴുതണം. നമ്മൾ 1, 2, 3, 4. അപ്പോൾ അതിൽ ഏത് കാർബണിൻ്റെ ഇടയ്ക്കാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? 2ൻ്റെയും 3ൻ്റെയും. നമ്മൾ ആ കാർബണെ മാറ്റി എഴുതി 2, 3 കാർബൺ. ഈ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആദ്യം തന്നെ നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിയാൽ അതിന് ജോമെട്രിക്കൽ ഐസോമറിസം എഴുതുന്നതിന് വേണ്ടി ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടഡ് കാർബണെ ആദ്യം എഴുതി വയ്ക്കാം. എന്നിട്ട് മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ ബോണ്ട് വരച്ച് വെച്ചു. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാർബൺ കഴിഞ്ഞാൽ ബാക്കിയായിട്ട് അവിടെ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ കാർബണിൽ ഹൈഡ്രജനും CH3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഇവിടെ എഴുതി, CH3 ഗ്രൂപ്പ് എഴുതി. അതേമാതിരി മൂന്നാമത്തെ കാർബണിലും ഉണ്ട് ഹൈഡ്രജനും CH3 ഉണ്ട്. നമ്മൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ പറ്റും. നമുക്കിതിനെ ഇങ്ങനെയും എഴുതാം. നോക്കൂ, ഞാൻ CH3 ഗ്രൂപ്പിനെ മുകളിൽ എഴുതി, ഹൈഡ്രജനെ താഴെ എഴുതി. അത് ഒന്നാമത്തെ കാർബണിലെ കോൺഫിഗറേഷന് ഞാൻ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കാർബണിലെ കോൺഫിഗറേഷൻ ഞാൻ CH3 ഗ്രൂപ്പ് മുകളിലും ഹൈഡ്രജന് താഴെയാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടിലും നോക്കൂ സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ബട്ട് ദേ ഡിഫർ ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ്
atoms or group of atoms around the carbon atom. Am I correct? So such isomers are called geometrical isomers and the phenomenon is known as geometrical isomerism. അപ്പോൾ ഈ ഗ്രൂപ്പ് കോമ്പൗണ്ടിലേക്ക് നോക്കൂ. ഇവിടെ ഈ കോമ്പൗണ്ടിൽ എബൌവ് ദി കാർബൺ, ഈ കാർബൺ ഡബിൾ ബോണ്ട് എബൌണ്ട് രണ്ടും ഒരേ സെയിം ആറ്റംസ് ആണ് അല്ലേ. ഇങ്ങനെ സെയിം മാറ്റം വന്നു കഴിഞ്ഞാൽ സെയിം മാറ്റം സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സിസ് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. അതേസമയം സെയിം മാറ്റം അല്ലെങ്കിൽ സിമിലർ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത് എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ട്രാൻസ് ഐസോമർ എന്നാണ് പറയുന്നത്. നോക്കൂ, അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം രണ്ട് രീതിയിൽ കാണാറുണ്ട്, സിസ് ഫോമും ട്രാൻസ് ഫോമുമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ജോമെട്രിക്കൽ ഐസോമറിസത്തിന് വേറൊരു പേര് പറയാറുണ്ട്, ഇറ്റ് ഈസ് നോൺ ആസ് സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറയുന്നു. സോ ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് അതർവൈസ് നോൺ ആസ് സിസ് ട്രാൻസ് ഐസോമറിസം. ഇത്രയും മനസ്സിലായില്ലേ പറഞ്ഞത്? ഇനി നോക്കൂ, ഇതിൽ ഞാൻ ഇങ്ങനെ എഴുതി CH2 ഈ കോമ്പൗണ്ട് മാറ്റി നമുക്ക് എഴുതി നോക്കാം. CH2 1 ബ്യൂട്ടീൻ എഴുതിയിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2 CH3. നമുക്ക് നോക്കണം ഇതിൽ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണോ നോക്കണം. പോസിബിൾ ആണോ നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ബോണ്ട് ഉണ്ടായാൽ മതി. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നും രണ്ടിനും ഇടയ്ക്കാനുള്ളത് അത് നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതി വെച്ചു. ഇനി ഒന്നാമത്തെ കാർബണിൽ ഈ കാർബൺ ഒഴിച്ച് ബാക്കി 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, നമ്മളിങ്ങനെ മുകളിലും താഴെയും എഴുതി വെച്ചു. രണ്ടാമത്തെ കാർബണിൽ ഈ കാർബൺ കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഈഥാൽ ഗ്രൂപ്പും ഉണ്ട്, നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ ഇത് ഏത് ഐസോമറാന്ന് പറയൂ? നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ സിസ് ആണ് വരുന്നത് അല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ ട്രാൻസ് സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ നോക്കൂ, ഈ 1 ബ്യൂട്ടീനിൽ നമുക്ക് കൃത്യമായിട്ട് സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? എന്താ പ്രശ്നം പറ്റി ഇവിടെ? നോക്കൂ, ഇവിടെ ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടും ഒരേ ആറ്റംസ് ആണ് അല്ലേ. അങ്ങനെ വന്നാൽ ഒരിക്കലും ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യാൻ 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ട്, അത് ഹിൻഡർ റൊട്ടേഷൻ ആയിരിക്കണം. രണ്ടാമത്തത് ദ ഗ്രൂപ്പ് ഓർ ആറ്റംസ് അറ്റാച്ച്ഡ് ടു ദി ഡബിളി ബോണ്ട് കാർബൺ ഷുഡ് ബി ഡിഫറെൻറ്റ്. നല്ലോണം ശ്രദ്ധിക്കുക. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഉടനെ നിങ്ങൾ എഴുതരുത് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ എന്ന് എഴുതരുത്. ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എഴുതി CAB. Is this compound exhibit geometrical isomerism? ഉണ്ടോ? നോക്കൂ, ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ടും വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളാണ്, അതുകൊണ്ട് അത് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേസമയം ഇവിടെ A തന്നെ വന്നാൽ അത് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളെ കണ്ടീഷൻസ് നോക്കൂ, ഡബിൾ ബോണ്ട് ഉണ്ട്, രണ്ടും സെയിം ആണ് ഇവിടെ അല്ലേ. അപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്ന് ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ നമ്മൾ സിസ് ട്രാൻസ് ഐസോമറിസം പറഞ്ഞു. ഈ സിസും ട്രാൻസും തമ്മിൽ ചില പ്രോപ്പർട്ടീസിലൊക്കെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇത് സിസ് ഐസോമർ ഇപ്പോൾ നോക്കൂ, 2 ബ്യൂട്ടീൻ്റെ CH3 നമ്മളിങ്ങനെ എഴുതി. ഇത് ഏതാ ഫോം? സിസ് ഫോമാണ്. ഇതിൻ്റെ ഫോം നോക്കൂ, ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട് ട്രാൻസ് ഫോമാക്കി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ചില പ്രോപ്പർട്ടീസിൽ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം, വെറുതെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് കാർബൺ sp2 ഹൈബ്രിഡൈസേഷനാണ്, ഇത് sp3 ഹൈബ്രിഡൈസേഷനാണ്. നമുക്കറിയാം sp2 ഹൈബ്രിഡ് കാർബൺ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് sp3യേക്കാളും. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമ്മൾ ഇങ്ങനെയാണ്, ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഇത് സിസ് ഫോമാണ്. സിസ് ഫോമിൽ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകുന്നില്ലല്ലോ, ഇല്ല. ഇനി ട്രാൻസ് ഫോമിൽ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു അല്ലേ, ഇവിടുന്നും ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ടും തമ്മിൽ ക്യാൻസൽ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കൊണ്ട് അത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ ട്രാൻസ് ഫോമിന് ഡൈപോൾ മൊമെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സിസ് ഹാസ് എ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ട്രാൻസ് ഡസ് നോട്ട് ഹാവ് ഡൈപോൾ മൊമെൻറ്റ്. ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി ഡൈപോൾ മൊമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സിസ്സിന് ചെറുതായി പൊളാരിറ്റി ഉണ്ട്. പഠിച്ചിട്ടുണ്ട് അന്ന് ഡൈപോൾ മൊമെൻ്റ് ഉള്ളൊരു കോമ്പൗണ്ടിന് പൊളാരിറ്റി ഉണ്ടായിരിക്കും.
പക്ഷേ ട്രാൻസ്ഫോമിന് നോ പൊളാരിറ്റി ഇല്ല. ഇനി അടുത്ത പോയിന്റ് ബോയിലിംഗ് പോയിന്റിലെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡൈപോളോമെൻ്റ് ഉണ്ട് എന്നും പൊളാരിറ്റി ഉണ്ട് ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ബോയിലിംഗ് പോയിന്റിന് ആൻസർ പറയേണ്ടത്. അപ്പോൾ ആർക്കാണ് ഹയർ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക? എങ്ങനെ നമ്മൾ നോക്കുക? കിട്ടിയോ? ആൻസർ കിട്ടിയോ? നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും BP, ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ ഓഫ് ദി മോളിക്യൂൾ. ഇത് ബേസിക്കാണ്, അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന ഏതൊരു ഫാക്ടറും ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യിക്കും. ഇവിടെ നോക്കൂ, ഒരു സിസ് 2 ബ്യൂട്ടീൻ ഉണ്ട്. ഈ സിസ് 2 ബ്യൂട്ടീൻ ചെറിയൊരു പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത മോളിക്യൂൾ പൊളാരിറ്റി ഉണ്ടെങ്കിൽ അടുത്ത മോളിക്യൂളുമായിട്ടൊരു അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവർ അടുത്ത മോളിക്യൂൾ കുറേശ്ശെ അട്രാക്ട് ചെയ്യും, അത് അടുത്ത മോളിക്യൂൾ കുറേശ്ശെ അട്രാക്ട് ചെയ്യും. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ സിസ് ഫോമിന് ബോയിലിംഗ് പോയിന്റ്, പക്ഷേ ട്രാൻസിന് പൊളാരിറ്റി ഇല്ല. അപ്പോൾ സിസ് ഫോമിൻ്റെ ബോയിലിംഗ് പോയിന്റ് ട്രാൻസ്ഫോമിനേക്കാൾ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം? അത് സിസ്സും ട്രാൻസും ഉണ്ടെന്ന് മനസ്സിലായി. അവർ എന്തെല്ലാം പ്രോപ്പർട്ടിയിൽ വ്യത്യാസം കാണിക്കുന്നു എന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ആൽക്കീൻ പ്രിപ്പയർ ചെയ്യണം അല്ലേ? നമുക്ക് ആൽക്കീൻ വളരെയധികം ഇൻഡസ്ട്രിയലി ആപ്ലിക്കേഷനിലൊരു കോമ്പൗണ്ടാണ്. എന്താ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരാം? ആൽക്കീനെ കൊണ്ട് എന്താ അത്ര ഉപയോഗം? പോളിമേഴ്സൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കും അല്ലേ? പൊളിവിനാൽ ക്ലോറൈഡ്, പോളിത്തീൻ, അങ്ങനെയുള്ള പോളിമേഴ്സിൻ്റെ വളരെയധികം നമുക്ക് ലൈഫിൽ ഉപയോഗമുള്ള സാധനമാണ്. അപ്പോൾ ആ പോളിമേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ആൽക്കീൻ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൽക്കീൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പറഞ്ഞോളൂ മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഫ്രം ആൽക്കൈന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ബ്യൂട്ടൈൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ബ്യൂട്ടീൻ പ്രിപ്പയർ ചെയ്യണം. ബ്യൂട്ടൈനിൽ നിന്ന് എങ്ങനെയാണ് ബ്യൂട്ടീൻ പ്രിപ്പയർ ചെയ്യുന്നത്? ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ നോക്കൂ, എന്ത് ചെയ്താൽ മതി? ഇവിടെ ബ്യൂട്ടൈനും ബ്യൂട്ടീനും വ്യത്യാസം എന്തിനാണുള്ളത്? അതിൽ ഹൈഡ്രജൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ബ്യൂട്ടീനിൽ ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ആഡ് ചെയ്താൽ മതി? യെസ്, ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാ? സാധാരണ ഉപയോഗിക്കുക നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഉപയോഗിക്കാം. നമ്മളിവിടെ പലഡൈസ്ഡ് ചാർക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ ഒന്ന് സൾഫർ കോമ്പൗണ്ട് കൂടി ആഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്വിനോളിൻ പോലുള്ള കോമ്പൗണ്ട് കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. എന്തിനാ ഇത്രയും നമ്മളൊരു കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്? നമുക്ക് വെറുതെ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിക്കുന്നു. അത് എന്താ ചോദിച്ചാൽ, എപ്പോഴും ഈ ആൽക്കൈനിലേക്ക് ഹൈഡ്രജൻ പാസ് ചെയ്യുമ്പോൾ ആൽക്കെയിനായി റിഡക്ഷൻ ചെയ്യാൻ ടെൻഡൻസിയാണ് കൂടുതൽ. നമുക്ക് ആൽക്കെയിൻ സ്റ്റേറ്റിൽ നോക്കൂ, ആൽക്കെയിനിലേക്ക് വീണ്ടും പോയാൽ ആൽക്കെയിൻ കിട്ടും അല്ലേ? അപ്പോൾ ഈ ആൽക്കെയിൻ സ്റ്റേറ്റിൽ ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ആ കണ്ടീഷനാണ് പലഡൈസ്ഡ് ചാർക്കോൾ in sulfur, it is poisoned with sulfur compound. So alkynes undergo partial reduction in presence of pallidized charcoal which is poisoned by sulfur compound. We get cis alkene. അപ്പോൾ നമുക്കറിയാം ബ്യൂട്ടി നമ്മൾ ഇപ്പോൾ പഠിച്ചു, ജോമെട്രിക്കൽ ഐസോമറിസം സിസ് ഫോമും ട്രാൻസ്ഫോമും ഉണ്ട്. അപ്പോൾ ഈ ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം സിസ് ഫോമിലും കാണാറുണ്ട്, ട്രാൻസ്ഫോമിലും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പലഡൈസ്ഡ് ചാർക്കോൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന എപ്പോഴും സിസ് 2 ബ്യൂട്ടീൻ ആയിരിക്കും എന്നുള്ള കാര്യമെന്ന് ഓർമ്മിക്കാം. സിസ് ബ്യൂട്ടീൻ ആയിരിക്കും. അപ്പോൾ ഈ പലഡൈസ്ഡ് ചാർക്കോളിനെ the charcoal which is the palladium which is deactivated with charcoal is known as Lindlards catalyst. Lindlards catalyst എന്നാണ് പറയുന്നത്. അപ്പോൾ പലഡൈസ്ഡ് ചാർക്കോളിനെ പറയുന്ന പേരാണ് ലിൻഡ്ലാർഡ്സ് കാറ്റലിസ്റ്റ്. നോട്ട് ചെയ്യണം. അപ്പോൾ ലിൻഡ്ലാർഡ്സ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും സിസ് ഫോം ആയിരിക്കും. ഇനി അപ്പോൾ നമ്മൾ സിസ് 2 ബ്യൂട്ടീൻ പ്രിപ്പയർ ചെയ്തു.
നമുക്കടുത്ത് ഇതിൽ നിന്ന് ട്രാൻസ് ടു ബ്യൂട്ടൈൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ വി ഹാവ് ടു ട്രീറ്റ് ദിസ് ബ്യൂട്ടൈൻ വിത്ത് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. നമ്മൾ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ട്രീറ്റ് ചെയ്തു. സോ വി ഗെറ്റ് ട്രാൻസ് ടു ബ്യൂട്ടീൻ. ട്രാൻസ് ടു ബ്യൂട്ടീൻ. And this reaction is known as Birch reaction. നമ്മൾ ഈ റിയാക്ഷനെ ബിർച്ച് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം നല്ലോണം ശ്രദ്ധിക്കാം. ആൽക്കൈനിൽ നിന്ന് ആൽക്കീൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കതിന് റിഡക്ഷൻ മതി. പക്ഷേ ആൽക്കീൻ സിസ് ഫോമിലും ട്രാൻസ് ഫോമിലും കാണാറുണ്ട്. പക്ഷേ പ്രൊപ്പീൻ ആകുമ്പോൾ സിസും ട്രാൻസ് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പലഡൈസ് ചാർക്കോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ പിന്നെ ബ്യൂട്ടീൻ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം, സിസും ട്രാൻസും കാണും. അപ്പോൾ സിസ് ഫോം കിട്ടണമെങ്കിൽ പലഡൈസ് ചാർക്കോൾ ഉപയോഗിക്കുക. ട്രാൻസ്ഫോം കിട്ടണമെങ്കിൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഉപയോഗിക്കാം. ആൻഡ് ദ റിയാക്ഷൻ ഇസ് നോൺ ആസ് ബിർച്ച് റിയാക്ഷൻ. ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് മെത്തേഡസ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഫ്രം ആൽക്കൈൻ ആണ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ശ്രദ്ധിക്കാം, നമ്മൾ ഉപയോഗിക്കുന്നു ആൽക്കൈൽ ഹാലൈഡ് CH3 CH2Br ഉപയോഗിച്ചു. നമുക്ക് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ ഈഥീൻ കിട്ടണം. CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടണം. നിങ്ങൾ പറയൂ, എന്ത് മാറ്റം വരുത്തിയാൽ നമുക്ക് ഇവിടുന്ന് ആൽക്കീൻ ഈഥീൻ കിട്ടും എന്നുള്ളത്? ഇഥാൽ ബ്രോമൈഡാണ്. ഇഥാൽ ബ്രോമൈഡിനെ ഈഥീൻ ആക്കണമെങ്കിൽ നമ്മളിവിടെ എന്തൊക്കെയോ എലിമിനേറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ. അപ്പോൾ ഒന്നാമത്തെ കാർബൺ ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ എന്ത് ചേഞ്ചാണ് വന്നത്? നമ്മുടെ ബ്രോമിൻ പോയി. സോ ബ്രോമിൻ എലിമിനേറ്റ് ചെയ്തു അല്ലേ? ഇനി രണ്ടാമത്തെ കാർബൺ CH3യിൽ നിന്ന് CH2 ആയി. എന്ത് ചേഞ്ചാണ് വന്നത്? ഹൈഡ്രജൻ പോയി. എന്ന് പറഞ്ഞാൽ നെറ്റ് റിസൾട്ടിൽ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് മൈനസ് ഹൈഡ്രജൻ ഹാലൈഡ് ഗീവ്സ് ആൽക്കീൻ. ഒന്ന് എഴുതി വെക്കണേ. ആൽക്കൈൽ ഹാലൈഡ് മൈനസ് ഹൈഡ്രജൻ ഹാലൈഡ് ഗീവ്സ് ആൽക്കീൻ ആണ്. അപ്പോൾ നമുക്കത് ഇത് തന്നെ നമ്മൾ റിയാക്ഷൻ തന്നെ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നറിയോ? ആൽക്കഹോളിക് KOHുമായി ട്രീറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിയാക്ഷൻ ചോദിക്കുന്നത് കംപ്ലീറ്റ് ദ റിയാക്ഷൻ ചോദിക്കും. ഇത് തരും, ആൽക്കഹോളിക് KOH തരും. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. ഇപ്പോൾ ഈ ആൽക്കഹോളിക് KOH കണ്ടാൽ ഓർമ്മിക്കണം, ഇസ് എലിമിനേഷൻ റിയാക്ഷനാണ്. ഈ ആൽക്കഹോളിക് KOH എപ്പോഴും റിയാക്റ്റൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്യിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പ്രത്യേകത നോക്കൂ. എന്തൊക്കെയാണ് റിയാക്ഷൻ്റെ പ്രത്യേകത? During this reaction, one molecule of hydrogen halide is eliminated. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷനെ എന്താണ് പറയുക? ഇപ്പോൾ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഡീഹൈഡ്രോജനേഷൻ, വാട്ടർ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ, ഒരു ഹാലജൻ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീഹാലോജനേഷൻ. സോ ഇവിടെ ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ദ റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡീഹൈഡ്രോഹാലോജനേഷൻ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡീഹൈഡ്രോഹാലോജനേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. Okay, so this reaction is known as dehydrohalogenation, and this occurs എങ്ങനെ occur ചെയ്യുന്നത്? In presence of, when alkyl halides are treated in presence of alcoholic KOH ആണ്. അപ്പോഴാണ് ഡീഹൈഡ്രസ് occurs by treating with alcoholic KOH. അടുത്ത ആൽക്കഹോളിക് KOHുമായി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കൂ. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണെ നമ്മൾ എന്താ പറയുക? ആൽഫ കാർബൺ. അപ്പോൾ തൊട്ടടുത്ത കാർബണെ പറയുക ബീറ്റ, നെക്സ്റ്റ് വൺ ഡെൽറ്റ, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ, അങ്ങനെ പോകും. അപ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഹാലജൻ എലിമിനേറ്റ് ചെയ്ത ആൽഫ കാർബണിൽ നിന്നാണ്. ഹൈഡ്രജൻ പോയത് എവിടുന്ന? ബീറ്റയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ എലിമിനേഷൻ റിയാക്ഷനിൽ
ഹൈഡ്രജൻ ഏത് കാർബണിൽ നിന്നാണോ പോയത് അതിൻ്റെ പേരിലും ആ റിയാക്ഷൻ അറിയപ്പെടാറുണ്ട്. സോ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷന് നമ്മൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നും പറയാറുണ്ട്. ബിക്കോസ് എന്താ കാരണം? ബിക്കോസ് എ ഹൈഡ്രജൻ ആറ്റം ഈസ് എലിമിനേറ്റഡ് ഫ്രം ബീറ്റ കാർബൺ ആറ്റം. ഹെൻസ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ റിയാക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻസ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏത് കാർബണിൽ നിന്നാണോ ഹൈഡ്രജൻ പോയത് തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യാം. എലിമിനേഷൻ റിയാക്ഷൻ റിസൾട്ട് എപ്പോഴും ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ ഫോർമേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയി. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ രണ്ട് മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളൂ, ഫ്രം ആൽക്കൈൻ ആൻഡ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. സോ നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യണം ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ്. നമ്മൾ ആൽക്കീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്താണ്? സോ ആൽക്കീൻ, ദ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ് ആർ അഡീഷൻ റിയാക്ഷൻസ് ആണ്. പിന്നെ അവർ നമ്പർ 2 ഓക്സിഡേഷൻ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യാറുണ്ട്. ദെൻ ഓസോണോളിസിസ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാറുണ്ട്. ദെൻ പോളിമറൈസേഷൻ റിയാക്ഷൻസ് ഒക്കെ അണ്ടർഗോ ചെയ്യാറുണ്ട്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നമുക്കുള്ള ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അഡീഷൻ റിയാക്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഡീഷൻ വളരെ സിമ്പിൾ റിയാക്ഷൻസ് ആണ് അഡീഷൻ റിയാക്ഷൻസ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഇവിടെ ആൽക്കീൻസ് അണ്ടർഗോ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോഫൈൽസ് എന്താണ്, ന്യൂക്ലിയോഫൈൽസ് എന്താണ്. എന്താ ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. നമുക്കറിയാം ഈ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഈ 2 കാർബണിൻ്റെ ഇടയ്ക്ക് നല്ല ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന റിയേജൻസ് എപ്പോഴും ഇലക്ട്രോണിനെ സ്നേഹിക്കുന്നവരായിരിക്കും അല്ലേ. അതുകൊണ്ട് ഇലക്ട്രോഫിലിക്. പിന്നെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്, അവിടെ ഒന്ന് ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് ഓഫ് ആൽക്കീൻ. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിസ്കസ് ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. നോക്കൂ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഹൈഡ്രജൻ H. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടേക്ക് ആഡ് ചെയ്തു, ഇത് ഇങ്ങനെ ആഡ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, പലേഡിയം ഓർ പ്ലാറ്റിനം വി ഗെറ്റ് ഈഥേൻ CH3 കിട്ടും. നമുക്കറിയുന്നതാണ് ആൽക്കീൻസ് ആർ കൺവേർട്ടഡ് ടു ആൽക്കെയിൻസ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അടുത്ത റിയാക്ഷൻസ് അഡീഷൻ ഓഫ് ഹാലജൻ. അഡീഷൻ ഓഫ് ഹാലജൻ. ഇവിടെ ആൽക്കീൻസ് റിയാക്ട് വിത്ത് ഹാലജൻസ്. അത് അയഡിൻ സാധാരണയായിട്ട് റിയാക്ഷൻ ചെയ്യാറില്ല. ആൽക്കീൻസ് റിയാക്ട് വിത്ത് ഹാലജൻസ്. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ, എന്താ കിട്ടുക? ക്ലോറിൻ. ഇപ്പോൾ Cl രണ്ട് ഭാഗത്ത് ഈ ബോണ്ട് 2 ഭാഗത്തും ക്ലോറിൻ തന്നെയാണ്. നമ്മൾ അങ്ങനത്തെ റിയേജൻസിന് സിമെട്രിക്കൽ റിയേജൻസ് എന്നാണ് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ, ഈ ബോണ്ടിന് 2 ഭാഗത്തുള്ള ആൾക്കാർ ക്ലോറിൻ തന്നെയല്ലേ. അപ്പോൾ സിമെട്രിക്കൽ റിയേജൻസ് ആണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. CH2Cl സിംഗിൾ ബോണ്ട് CH2Cl കിട്ടിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 1,2 ഡൈക്ലോറോ ഈഥേനസ് ഒപ്റ്റേ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ബ്രോമിൻ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബ്രോമിൻ ഇൻ CCl4. നമ്മൾ ബ്രോമിൻ സൂക്ഷിക്കുന്ന എപ്പോഴും CCl4 കാർബൺ ടെട്രാക്ലോറൈഡിലാണ്. ഈ ബ്രോമിൻ ഇൻ CCl4 ഓറഞ്ച് റെഡിഷ് കളറുണ്ട്. നല്ല ഓറഞ്ച് റെഡിഷ് കളറാണ് ഈ ബ്രോമിൻ CCl4 ഉള്ളത്. അപ്പോൾ ബ്രോമിൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക നോക്കൂ, നമുക്ക് കിട്ടും CH2Br. CH2Br ആണ് കിട്ടുക. 1,2 ഡൈബ്രോമോ ഈഥേൻ ആണ് കിട്ടുന്നത് അല്ലേ. സോ 1,2 ഡൈബ്രോമോ ഈഥേൻ കിട്ടുമ്പോൾ നമുക്കൊരു ഒബ്സർവേഷൻ കാണാൻ പറ്റും. നമ്മൾ ഈഥീൻ എടുത്തു, കളർലെസ് ആണ്, അതിലേക്ക് കളർഫുള്ളായ ഓറഞ്ച് ബ്രൗണിഷ് ഓറഞ്ച് കളറുള്ള ബ്രോമിൻ CCl4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഒബ്സർവേഷൻ ഉണ്ടാവുന്നത്? ആ ഓറഞ്ച് റെഡ് കളർ ഓഫ് ബ്രോമിൻ ഡിസപ്പിയർ ചെയ്യുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ആൽക്കീൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ ആൽക്കീൻസിന് പോസിബിൾ അല്ല. അപ്പോൾ ആൽക്കീൻസിൽ നിന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള ടെസ്റ്റായിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. ടെസ്റ്റ് ഫോർ
അൺസാച്ചുറേഷനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ടെസ്റ്റ് വിത്ത് ബ്രോമിൻ ഇൻ CCl4. അപ്പോൾ ബ്രോമിൻ CCl4ൻ്റെ കളറ് പോയാൽ നമുക്ക് ഉറപ്പിക്കാം തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ മൾട്ടിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത്? അഡീഷൻ റിയാക്ഷൻസ് ക്ലിയർ ആയി അല്ലേ? സോ 2 ടൈപ്പ് അഡീഷനാണ് പറഞ്ഞത്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹാലജൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡ്, ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പോൾ നമുക്കത് പറയുന്നതിന് മുന്നേ ആൽക്കീൻസ് നോക്കും. ഈഥീൻ CH2 ഡബിൾ ബോണ്ട് CH2. ഈ ഡബിൾ ബോണ്ടഡ് കാർബണോട് കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളെ നോക്കുമല്ലോ, ഗ്രൂപ്പ് ഓഫ് ആറ്റത്തെ നോക്കണം. ഇത് രണ്ടും ഹൈഡ്രജനാണ്, ഇവിടെ രണ്ടും ഹൈഡ്രജനാണ്. 2 ഭാഗത്തുള്ള ഹൈഡ്രജൻ്റെ എണ്ണം ഈക്വലാണ് എന്നും പറയാം അല്ലേ? അങ്ങനെയുള്ള ആൽക്കീൻസിന് നമ്മൾ സിമെട്രിക്കൽ ആൽക്കീൻ എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ മതി, ഡബിൾ ബോണ്ടഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയാലും മതി, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ നോക്കിയാലും മതി. ഇവിടെ രണ്ടിലും 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ്, അതുകൊണ്ട് അത് സിമെട്രിക്കൽ ആൽക്കീനാണ്. നമ്മളിങ്ങനെ എഴുതി, ഇത് നോക്കി പറയൂ, ഇത് സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ നോക്കാനുള്ള സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിൽ വേണം. ഡബിൾ ബോണ്ടഡ് കാർബൺ നോക്കുക, ഡബിൾ ബോണ്ടഡ് കാർബണോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയാൽ മതി. അപ്പോൾ നോക്കൂ, ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റമാണ്, ഇവിടെ 1 ഹൈഡ്രജനാണുള്ളത്. അപ്പോൾ ഇത് സിമെട്രിക്കൽ ആണോ? അല്ല, ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. സോ സിമെട്രിക്കൽ ആൽക്കീൻസും ഉണ്ട്, അൺസിമെട്രിക്കൽ ആൽക്കീൻസും ഉണ്ട്, നമുക്ക് മനസ്സിലായി. ഇതേപോലെ സിമെട്രിക്കൽ റിയേജൻസും ഉണ്ട്, അൺസിമെട്രിക്കൽ റിയേജൻസും ഉണ്ട്. ഹൈഡ്രജൻ മാളിക്യൂൾ രണ്ടും ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ? അപ്പോൾ അത് സിമെട്രിക്കൽ റിയേജൻ്റ് ആണ്. ഹൈഡ്രജൻ ഹാലൈഡ് ദാറ്റ് ഈസ് HBr, ഒന്ന് ബ്രോമിനാണ്, ഒന്ന് ഹൈഡ്രജനാണ്. അപ്പോൾ ഇതെന്താണ്? അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ്. ഇത് മനസ്സിലുണ്ടാവണം കേട്ടോ നമ്മൾ പറയുമ്പോൾ. ഓക്കെ, സോ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡിൽ ഒന്നാമത്തെ ടൈപ്പ് എഴുതിക്കോളൂ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ടു സിമെട്രിക്കൽ ആൽക്കീൻ. എഴുതിയോ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ടു സിമെട്രിക് ആൽക്കീൻ എന്നെഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr എഴുതി. അപ്പം ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തു, ഈ ഹൈഡ്രജൻ ഇവിടേക്ക് ഈ കാർബണിലേക്ക് ആഡ് ചെയ്തു, ഈ ബ്രോമിൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, ഇത് സിമെട്രിക് ആൽക്കീൻ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH2Br സിംഗിൾ ബോണ്ട് CH3 എന്ന് പറഞ്ഞാൽ ഏതാ കോമ്പൗണ്ട്? ഈഥൈൽ ബ്രോമൈഡ് ആണ് കിട്ടിയത്. സോ വിൽ ഗെറ്റ് ഈഥൈൽ ബ്രോമൈഡ്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നാമത്തെ കാർബണിലേക്കാണ് ഹൈഡ്രജൻ ആഡ് ചെയ്തത്. ഇനി ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തു. നോക്കൂ, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ആഡ് ചെയ്യാം. ഈ ഒന്നാമത്തെ കാർബണിലേക്ക് ബ്രോമിനും രണ്ടാമത്തെ കാർബണിലേക്ക് ഹൈഡ്രജനും ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക നോക്കൂ? CH3 CH2Br. ഇതെന്താ കോമ്പൗണ്ട്? ഈഥൈൽ ബ്രോമൈഡ് ആണ്. രണ്ടും ഒന്ന് തന്നെയല്ലേ അല്ലേ? അപ്പോൾ സിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ ആൽക്കൈൽ ഹാലൈഡിനെ എങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു പ്രയാസമില്ല, നമ്മൾ ആസ് യൂഷ്വൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു അഡീഷൻ ഓഫ് അൺസിമെട്രിക്കൽ റിയേജൻ ടു സിമെട്രിക്കൽ ആൽക്കീൻ. അത് ക്ലിയറാണ്, സിമ്പിളാണ്, ക്ലിയർ ആയില്ലേ? അടുത്ത നമുക്ക് രണ്ടാമത്തെ ഹെഡിങ് എഴുതിക്കോളൂ. അഡീഷൻ ഓഫ് അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ബ്രാക്കറ്റിൽ എഴുതുക HBr ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ ആൽക്കീൻ രണ്ടും അൺസിമെട്രിക്കലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എഴുതി നോക്കാം കേട്ടോ. സോ നമ്മൾ എടുക്കുന്നു CH3 CH ഡബിൾ ബോണ്ട് CH2. നോക്കൂ, ഇത് കിട്ടിയ ഉടനെ തന്നെ നോക്കുക അത് അൺസിമെട്രിക്കൽ ആണോ നോക്കൂ. ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. നമ്മളെപ്പോഴും ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി എന്തോ ആയിക്കോട്ടെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഈ കാർബണിനെ ശ്രദ്ധിക്കാം, ഇവിടെ എന്തോ ആയിക്കോളട്ടെ, ഇവിടെയാണ് റിയാക്ഷൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മളിതിലേക്ക് HBr ആഡ് ചെയ്യാണ്.
നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു, ഈ ബ്രോമിൻ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. നമുക്ക് പ്രൊഡക്റ്റ് എഴുതി നോക്കാം. CH3 അതേപോലെ എഴുതി, ഒരു മാറ്റവും ഇല്ല. ഈ കാർബണിലേക്കാണ് ബ്രോമിൻ വന്നത്, അപ്പോൾ നമ്മൾ എഴുതി CHBr എന്നെഴുതി. ഇതിലേക്കാണ് ഹൈഡ്രജൻ വന്നത്, സോ സിംഗിൾ ബോണ്ട് CH3 എന്നെഴുതി. ഇതിൻ്റെ പേരെന്താണ്? 2-bromopropane. സോ ദ നെയിം ഈസ് 2-bromopropane എന്നെഴുതി. എഴുതിയിട്ടില്ലേ? നമുക്കിനി ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. നോക്കൂ, ഈ ഹൈഡ്രജൻ നമ്മൾ ഇവിടെ ഈ കാർബണിലേക്ക് ആഡ് ചെയ്തു, ഈ ബ്രോമിൻ ഈ കാർബണിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3 CH2 CH2Br 1-bromopropane ആണ് കിട്ടിയത്. 1-bromopropane. അപ്പോൾ 2-bromopropane-ഉം 1-bromopropane-ഉം കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2-bromopropane ആണ് മേജർ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലായി. ഇത് മേജർ പ്രൊഡക്റ്റാണ്, ഇത് മൈനർ പ്രൊഡക്റ്റ്. ഒരു 95%ഉം 2-bromopropane ആണ് നമുക്ക് ലാബിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ കിട്ടുന്നത്. നമ്മൾ പിന്നെ പ്രൊപ്പീനിലേക്ക് HBr ആഡ് ചെയ്യുമ്പോൾ, നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൽ 95%ഉം 2-bromopropane ആണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പ്രാക്ടിക്കലി പ്രൂവ്ഡ് ആണ്. 1-bromopropane മൈനർ പ്രൊഡക്റ്റായിട്ട് മാത്രം, റിമൈനിങ് മാത്രമാണ് 1-bromopropane ഉണ്ടാവുന്നത്. അതെന്താണ് അങ്ങനെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം? എന്തുകൊണ്ടാണ് 2-bromopropane മേജർ പ്രൊഡക്റ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ് 1-bromopropane മൈനർ ആവുന്നത് എന്നൊരു ആൻസർ തന്നത് 1869 റഷ്യൻ സയൻറ്റിസ്റ്റായ മാർക്കോണിക്കോവ്, കെമിസ്റ്റായിരുന്നു അദ്ദേഹം, റഷ്യൻ കെമിസ്റ്റായിരുന്ന മാർക്കോണിക്കോവാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തന്നത്. സോ ആൻഡ് ദാറ്റ് റൂൾ ഇസ് നോൺ ആസ് മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ. സോ സ്റ്റേറ്റ് മാർക്കോണിക്കോവ് റൂൾ. എല്ലാ പരീക്ഷയിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് മാർക്കോണിക്കോവ് റൂൾ എന്ന് ചോദിച്ചാൽ, നോക്കൂ, നമ്മൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞാൽ മതി. വെൻ എ അൺസിമെട്രിക്കൽ, അത് നമ്മൾ കണ്ടീഷൻസ് പറയാം. ഇത് നമ്മൾ പ്രത്യേക കണ്ടീഷനിലാണ്, നമുക്കറിയാം. ഇപ്പോൾ ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലാണ് മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അതായത് വെൻ എ അൺസിമെട്രിക്കൽ റിയേജൻ്റ് ഈസ് ആഡഡ് ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ. കണ്ടീഷൻ മനസ്സിലായല്ലോ. ഇനി നോക്കൂ, നമുക്കറിയാം ഈ HBr അൺസിമെട്രിക്കൽ റിയേജൻ്റ് പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവും ഉണ്ട്. പോസിറ്റീവ് H+Br-. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ ഈ അൺസിമെട്രിക്കൽ ആൽക്കീനിലെ ഹൈഡ്രജൻ്റെ എണ്ണം എണ്ണി നോക്കാനാണ് മാർക്കോണിക്കോവ് പറയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ കാർബണിൽ 2 ഹൈഡ്രജനും രണ്ടാമത്തെ കാർബണിൽ 1 ഹൈഡ്രജനാണത് അല്ലേ. അപ്പോൾ മാർക്കോണിക്കോവ് പറയുന്നു പോസിറ്റീവ് പാർട്ട് ഓഫ് അഡൻഡം. അഡൻഡം എന്ന് പറഞ്ഞാൽ ആഡിൻ റിയേജൻറ്റ്. അഡൻഡം ഗോസ് ടു ദാറ്റ് കാർബൺ ആറ്റം വിച്ച് കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, and negative part goes to that carbon atom which contain less number of hydrogen atom. Clear ആയോ? അപ്പോൾ നോക്കൂ, when an unsymmetrical reagent is added to unsymmetrical alkene condition, the positive part of addendum goes to that carbon atom which contain more number of hydrogen atom, and negative part goes to that carbon atom which contain less number of hydrogen atom, and this rule is known as Markovnikov rule of addition. Clear ആയോ പറഞ്ഞത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് ഇങ്ങനെ ചോദിക്കാം, when HBr is added to propene, the major product is 2-bromopropane. ഐഡൻറ്റിഫൈ ദ റൂൾ ബിഹൈൻഡ് ദസ്. അങ്ങനത്തെ ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ എഴുതാം? ദസ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ. ഓക്കെ, എന്നാൽ നമ്മൾ പ്രൊപ്പീൻ എഴുതി, ഹെക്സീൻ നമുക്ക് എഴുതി നോക്കാം. ഹെക്സീൻ CH3 1 ഹെക്സീൻ കേട്ടോ. CH2 ഡബിൾ ബോണ്ട് CH, CH2 CH2 CH3
പ്ലസ് HBr എന്താണ് കിട്ടുക പ്രൊഡക്റ്റ്? ഇത് അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക അൺസിമെട്രിക്കലാണ്. ഇത് അൺസിമെട്രിക്കലാണ്, ഇത് ആൽക്കീൻ അൺസിമെട്രിക്കലാണ്. എന്താ കാരണം? ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ്റെ എണ്ണം വ്യത്യാസമാണ്. ഇവിടെ ഒരു ഹൈഡ്രജനാണ്, ഇവിടെ 2 ഹൈഡ്രജനാണ്. സോ അൺസിമെട്രിക് ആൽക്കീനാണ്. അപ്പോൾ നമ്മൾ ഏത് ലോ ഒബേ ചെയ്യണം? Markovnikov rule obey ചെയ്യണം. So positive part goes to that carbon atom which contain more number hydrogen atom. Negative part goes to that carbon atom which contain less number hydrogen atom. So what is the product obtained? So product obtained is 2-bromohexane. അല്ലേ? അപ്പോൾ 1 pentene plus HBr എന്താ കിട്ടുക പ്രൊഡക്റ്റ്? പെട്ടെന്ന് പറയൂ ഉത്തരം. 1 pentene plus HBr gives 2-bromopentane കിട്ടിയിട്ടുണ്ടായിരിക്കും. എഴുതി നോക്കണേ. അപ്പം നമ്മൾ മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ എഴുതുന്ന റിയാക്ഷൻസ് നല്ലോണം ശ്രദ്ധിക്കാം. ഞാനെടുത്തു പ്രൊപ്പീൻ എടുത്തു പ്ലസ് HBr. ഹൈഡ്രജൻ ഹാലൈഡിൽ നമ്മൾ HBr മാത്രമേ ഈ റിയാക്ഷനിൽ ഉപയോഗിക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ HBr, HCl, HI ഒക്കെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എഴുതാൻ പോകുന്ന റിയാക്ഷനിൽ HBr മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ദിസ് റിയാക്ഷൻ ഒക്കർ ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. നേരത്തെ റിയാക്ഷനിൽ വ്യത്യസ്തമായിട്ട് ചെറിയൊരു വ്യത്യാസം, നമ്മളിവിടെ ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ ചെയ്യുന്നത് കേട്ടോ. അൺസിമെട്രിക്കൽ റിയേജൻറ്റ്, അൺസിമെട്രിക്കൽ ആൽക്കീൻ ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. അപ്പോൾ നമുക്ക് കിട്ടിയത് CH3, CH2, CH2Br കിട്ടി, പ്ലസ് CH3, CHBr, CH3 കിട്ടി. 1 bromopropane പ്ലസ് 2 bromopropane ആണ് കിട്ടിയത്. നമ്മൾ ലാബിൽ പോയി ചെയ്ത് നോക്കി. HBr ആഡ് ചെയ്തു ആൽക്കീനിലേക്ക്, ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് ചെയ്തത്. അപ്പോൾ 1 bromopropane 2 bromopropane കിട്ടി. പക്ഷേ ഇവിടെ 1 bromopropane ഒരു 95% ആണ് കിട്ടിയത്. മേജർ പ്രൊഡക്റ്റ് 1 bromopropane ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ എന്തോ ഒരു വ്യത്യാസമില്ലേ? നേരത്തെ ഇപ്പോൾ കിട്ടിയപ്പോൾ നമുക്ക് 2 bromopropane അല്ലേ കിട്ടിയത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 bromopropane ആണ്. അപ്പോൾ ഇത് മാർക്കോണിക്കോവ് റൂള് നേരെ എഗെയിൻസ്റ്റ് ആണ് വരുന്നത്. സോ ദ റൂൾ ഹിയർ ദിസ് റിയാക്ഷൻ ഒബേ ദി ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ. ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ ആണ് ഒബേ ചെയ്യുന്നത്. നമ്മൾ ഈ ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷനെ വേറൊരു പേര് പറയാറുണ്ട്, പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ വേറൊരു പേര് പറയാറുണ്ട്, ഖരാഷ് എഫക്റ്റ് എന്നും പറയാറുണ്ട്. 3 പേരിലാണ് അറിയപ്പെടുന്നത്. ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ ഓർ പെറോക്സൈഡ് എഫക്റ്റ് ഓർ ഖരാഷ് എഫക്റ്റ്. എന്തുകൊണ്ട് പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നു? ബിക്കോസ് ദിസ് റിയാക്ഷൻ ഒക്കർ ഓൺലി ഇൻ പ്രസൻസ് ഓഫ് എ ഓർഗാനിക് പെറോക്സൈഡ്. സാധാരണ പെറോക്സൈഡ് എന്ന് പറയാറ്, ഓർഗാനിക് പെറോക്സൈഡ് കൂടുതൽ ഉപയോഗിക്കും. ഇതിനെ ഖരാഷ് എഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം ഇത് ആദ്യമായി ഡിസ്കവർ ചെയ്തത്, ഇത് ക്യാരി ഔട്ട് ചെയ്തത് ഖരാഷ് ആൻഡ് മേയോ എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ആ ഒബ്സർവേഷനെ ഖരാഷ് എഫക്റ്റ് എന്നും പറയാറുണ്ട്. 3 പേരുണ്ട്, ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ ഓർ പെറോക്സൈഡ് എഫക്റ്റ് ഓർ ഖരാഷ് എഫക്റ്റ്. സോ വാട്ട് ഈസ് ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഓഫ് അഡീഷൻ? നമുക്കൊന്ന് പറഞ്ഞു നോക്കോ, നിങ്ങൾ എൻ്റെ കൂടെ പറയണം കേട്ടോ. So when an unsymmetrical reagent is added to unsymmetrical alkene in presence of organic peroxide, എന്ന് പറഞ്ഞാൽ മതി, ഓർഗാനിക് സ്പെസിഫൈ ചെയ്യേണ്ട. The positive part of addendum goes to that carbon atom which contain less number of hydrogen atom. And negative part goes to that carbon atom which contain more number of hydrogen atom. And this rule is known as anti-Markovnikov rule of addition. Clear ayo panadu? So what is anti-Markovnikov rule of addition, or what is peroxide effect, or what is Gherash effect? Clear ആയിട്ടുണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബ്യൂട്ടീൻ, 1 ബ്യൂട്ടീൻ CH2 ഡബിൾ ബോണ്ട് CH2 CH3 പ്ലസ് HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക?
പറഞ്ഞോളൂ പ്രോഡക്റ്റ്. സോ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ആസ് മേജർ പ്രൊഡക്റ്റ് ആസ് 1-bromopropane കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ല, സോറി 1-bromobutane. അപ്പോൾ ഇവിടെ പെറോക്സൈഡ് ഉണ്ട് എങ്കിൽ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ഓഫ് അഡീഷൻ. പെറോക്സൈഡ് ഇല്ലെങ്കിൽ മാർക്കോണിക്കോഫ് റൂൾ ഓഫ് അഡീഷൻ. നല്ലോണം നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അൺസിമെട്രിക്കൽ ആൽക്കീൻ ആവണം, അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആവണം, പെറോക്സൈഡും കൂടി ഉണ്ടെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ഓഫ് അഡീഷൻ. പെറോക്സൈഡ് ഇല്ലെങ്കിൽ മാർക്കോണിക്കോഫ് റൂൾ ഓഫ് അഡീഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. Propene, when propene is treated with HBr in presence of peroxide, the major product is 1-bromopropane. This is according to which rule? അപ്പോൾ പെറോക്സൈഡ് കണ്ടാൽ നമ്മൾ ഏത് റൂൾ എഴുതണം? ഒന്നുമില്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റിന് എഴുതുക, അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ഓഫ് അഡീഷൻ എഴുതുക, അല്ലെങ്കിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് കരാഷ് എഫക്റ്റ് എന്ന് എഴുതുക. ഏത് എഴുതിയാലും കറക്റ്റാണ്, ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ആൽക്കീനെ പറ്റി പഠിക്കാനുള്ളത്. ആൽക്കീൻ ഒരുപാട് റിയാക്ഷൻസ് തരുന്നുണ്ട് നമുക്ക്. ഓസിനോളിസിസ് അതൊന്നും നമ്മളെ ഫോക്കസ് പോയിൻ്റ് ഇല്ല. ഓക്സിഡേഷൻ ചെയ്യുന്നുണ്ട്, പൊളിമറൈസേഷൻ ചെയ്യുന്നുണ്ട്, അതൊന്നും ഫോക്കസ് പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇത്രയും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.